കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവം രണ്ടാം ദിവസവും തുടരുന്നു. പതിനായിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന മഹോത്സവത്തിൽ മാലിന്യ സംസ്കരണം അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ജൈവ അജൈവ മാലിന്യങ്ങൾ യഥാസമയം സംസ്കരണം നടത്തി മാതൃകയാവുകയാണ് അമലഭാരതം പ്രവർത്തകർ. 2010 അമലഭാരതം പ്രവർത്തനം തുടങ്ങിയത്. പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങാണ് കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവം. മാലിന്യങ്ങൾ കുന്നുകൂടാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷേ പൊതുയിടങ്ങളിൽ ഒരു തരി പോലും മാലിന്യങ്ങളില്ലാതെ സംസ്കരിക്കുകയാണ് അമലഭാരതം പ്രവർത്തകർ. ഭാരതം മാലിന്യമുക്തമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് 2010 അമലഭാരതം പ്രവർത്തനം ആരംഭിച്ചത്. ഭാരതം മാലിന്യമുക്തമാകണം എന്ന അമ്മയുടെ സങ്കല്പം അനുസരിച്ച് നമ്മൾ ഭാരതം മുഴുവൻ ക്ലീനപ്പ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രോഗ്രാം നടക്കുന്ന സ്ഥലമല്ല, അതിന് ചുറ്റുപാടുള്ള കടകളും റോഡും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓരോ ഭാരതീയൻ്റെയും ഉത്തരവാദിത്വമാണ് നമ്മുടെ മാതൃരാജ്യം ഏറ്റവും ശുദ്ധമായിട്ട് ഏറ്റവും പവിത്രമായിട്ട് സൂക്ഷിക്കേണ്ടത്. വിദേശികളായ അമ്മയുടെ ഭക്തർ ഉൾപ്പെടെ നിരവധി പേരാണ് അമലഭാരതത്തിന്റെ ഭാഗമായുള്ളത്. So many people come here, so there's a lot of waste, not only the food waste but also non-organic waste. So that's our main job. And then we have another group of volunteers, the local team, and they're supporting us, and here in Kozhikode they're doing a really good job. So it's a great honor actually to participate to this campaign, just to be with Amma. It is her campaign, so it is our campaign, it is our nature, one planet. ശബരിമലയിൽ ഉൾപ്പെടെ അമലഭാരതം അംഗങ്ങളെത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്യാറുണ്ട്. ശബരിമലയിൽ നമ്മൾ ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നും ആളുകൾ വന്ന് ഒരുപാട് പ്രാവശ്യം ക്ലീൻ ചെയ്തതാണ്. ഇവിടെയുള്ള വേസ്റ്റുകൾ കംപ്ലീറ്റ് കളക്ട് ചെയ്തിട്ട് ഒന്നായിട്ട് ഇട്ടിട്ട് നമ്മൾ സോർട്ട് ചെയ്തിട്ട് പ്ലാസ്റ്റിക് വേറെ, ഇരുമ്പ് വേറെ, പേപ്പർ വേസ്റ്റ് വേറെ, അങ്ങനെ വേറെ വേറെ ആക്കിയിട്ട് തരം തിരിച്ചിട്ട് നമ്മളത് ഡിസ്പോസ് ചെയ്യാണ്. പ്ലാസ്റ്റിക്, പേപ്പർ, ഇരുമ്പ് എന്നിവ തരം മാറ്റിയാണ് സംസ്കരിക്കുക. ഭക്ഷണാവശിഷ്ടങ്ങൾ പന്നി ഫാമുകളിലേക്കും നൽകും. വളമാക്കാൻ പറ്റിയത് വളത്തിലേക്ക് മാറ്റുക, അല്ലാതൊക്കെ പന്നിക്ക് ഭക്ഷിക്കാൻ പറ്റുക പന്നി ഫാമിലേക്ക് കൊടുക്കുക, മറ്റൊക്കെ ആക്രിക്കടയിൽ കൊടുക്കാൻ പറ്റുക ആക്രിക്കടയിൽ കൊടുക്കുക, അത് പണമാക്കി മാറ്റുക. ഈ രീതിയിൽ വളരെ എന്താ പറയുക, വേസ്റ്റാണ് കയ്യിലാകാൻ മടിക്കുന്ന സാധനമാണെങ്കിൽ ഞങ്ങൾ വളണ്ടിയേഴ്സ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പണം ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അമലഭാരതം പദ്ധതിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമാണ് ഓരോ ഭക്തർക്കും ഉള്ളത്. അമൃത ന്യൂസ്, കോഴിക്കോട്.